ഹായ് എവ്രി വൺ, ഐ എം അമൃത. ഐ എം എ പാരന്റിംഗ് കോച്ച് ആൻഡ് കൗൺസിലർ. ഇന്ന് നമുക്ക് ബേബി ലെഡ് വീനിങ്ങിനെ കുറിച്ച് നോക്കാം. ബേബി ലെഡ് വീനിങ് എന്ന് പറഞ്ഞാൽ തന്നെ ഭയങ്കര തലവേദനയായിട്ടാണ് എല്ലാവരും വരാറ്. അപ്പോൾ ഇന്ന് നമുക്ക് ബേബി ലെഡ് വീനിങ് എന്താണ് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ പ്രോസസ്സ് എന്നൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്യാം. സോ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ്, വാട്ട് ഈസ് ബേബി ലെഡ് വീനിങ്? ബേബി ലെഡ് വീനിങ് എന്ന് പറഞ്ഞാൽ ബ്രസ്റ്റ് മിൽക്ക് അല്ലെങ്കിൽ ഫോർമുല മിൽക്ക് മാത്രം കഴിച്ചുകൊണ്ടിരുന്ന ഒരു കുട്ടിയുടെ ഡയറ്റിലേക്ക് കോംപ്ലിമെന്ററി ഫുഡ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന രീതിയാണത്. അപ്പോൾ എന്താ സംഭവിക്കുക? ബേബിയുടെ ഫേഷ്യൽ ആൻഡ് ഓറൽ മോട്ടർ ഡെവലപ്മെന്റ്സ് സംഭവിക്കുന്നു. ബേബി കുറച്ചുകൂടെ ഈറ്റിംഗ് സെൻസേഷൻസ് കിട്ടുന്നു. ഓക്കെ, 7 months മുതൽ ബേബീസ് ടെക്സ്ചേഴ്സിനെ കുറിച്ച് വളരെയധികം കീനായിട്ട് ഒബ്സർവ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ നമ്മൾ ബേബി 7 മാസമുള്ള കൊച്ചുങ്ങളുണ്ടെങ്കിൽ അറിയാൻ പറ്റും, എല്ലാം ടച്ച് ചെയ്ത് നോക്കാനും സ്ക്വീസ് ചെയ്ത് നോക്കാനും വിരലിൻ്റെ ഇടയിലിട്ട് ഒന്ന് നോക്കാനും പിന്നെ വായിലിടാനും ഒക്കെ അവർ തയ്യാറായിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രായമാണ്. അതുകൊണ്ടാണ് 6 months കഴിയുമ്പോൾ മാക്സിമം ദാറ്റ് ഇസ് എ റെക്കമെൻഡേഷൻ. പക്ഷേ ഇപ്പോൾ ഒരുപാട് പീഡിയാട്രീഷ്യൻസ്, ഇതിൻ്റെ റീസൺസ് ആക്ച്വലി എനിക്കറിയില്ല, 4.5 months മുതൽ വരെ ഒരുപാട് പേരോട് സ്റ്റാർട്ട് വിത്ത് ദ സോളിഡ്സ് സജസ്റ്റ് ചെയ്യാറുണ്ട്. പക്ഷേ 6 months ശേഷമാണ് ഐഡിയലി WHO റെക്കമെൻഡേഷൻ പ്രകാരം നമ്മൾ സോളിഡ്സ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഇനി സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് നമ്മൾ ബേബിയിൽ ചെക്ക് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. റെഡിനെസ് സൈൻസ് ഓഫ് ദ ബോഡി. ഒന്ന്, ബേബിക്ക് തന്നെ ഇരിക്കാൻ പറ്റും. തന്നെ ഇരിക്കാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് കിടക്കുന്ന ബേബി എണീറ്റിരിക്കാൻ പറ്റുമോ എന്നുള്ളതല്ല. ബേബീനെ ഇരുത്തുവാണെങ്കിൽ വിത്ത് സപ്പോർട്ട് ബേബി ക്യാൻ സെറ്റ് ആൻഡ് ഹോൾഡ്. പിന്നെ നെക്ക് കൺട്രോൾ കിട്ടിയിട്ടുണ്ടോ? ഇങ്ങനെ വോബ്ലി അല്ലാതെ നെക്ക് കൺട്രോൾ ഉണ്ടോ? ഹാൻഡ് ആൻഡ് മൗത്ത് കോർഡിനേഷൻ ഉണ്ടോ? ബേബി എന്തെങ്കിലും എടുത്തു കഴിഞ്ഞാൽ മൗത്തിങ് ചെയ്യുന്നുണ്ട്. മൗത്തിങ് ഇസ് ഡെവലപ്മെന്റൽ മൈൽസ്റ്റോൺ. അപ്പോൾ ബേബിക്ക് എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ എന്തെങ്കിലും കിട്ടും, തരിയൊക്കെ പെറുക്കിയാണെങ്കിൽ, അല്ലെ ടോയ്സ് ആണെങ്കിൽ, അല്ലെ ഉടുപ്പ്, ടമ്മി ടൈമിലാണെങ്കിൽ ബ്ലാങ്കറ്റ്സ്, ബെഡ്ഷീറ്റ്, ഇതെല്ലാം വായിലോട്ട് വെക്കാൻ ശ്രമിക്കുന്നുണ്ടോ? ഇതെല്ലാമാണ് റെഡിനെസ് സയൻസിൽ കുറച്ചായിട്ട് പറയുന്നത്. ഓരോ ബേബിയും ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ ഇതെല്ലാം കൂടെ വരണം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ബട്ട് സ്റ്റിൽ ഓൺ എ ബേസിക് നോട്ട് ഇതൊക്കെയാണ് നമ്മൾ ബേസിക് ആയിട്ടുള്ള ബോഡി റെഡിനെസ് ആയിട്ട് നോക്കാറുള്ളത്. നൗ ഹൗ ടു സ്റ്റാർട്ട് വിത്ത് ദ സോളിഡ്സ് തുടങ്ങുമ്പോൾ ബ്രസ്റ്റ് മിൽക്ക് അല്ലെങ്കിൽ ഫോർമുലയുടെ കൂടെയാണ് നമ്മൾ സോളിഡ്സ് തുടങ്ങുക. അപ്പോൾ എല്ലാം 4 day അല്ലെങ്കിൽ 3 day റൂൾ വെച്ചിട്ട് ചെയ്യാം. സോ ലോട്ട് ഓഫ് ഇന്ത്യയിൽ തന്നെ പല ഭാഗങ്ങളിൽ പല രീതിയിലുള്ള വീനിങ് ആണ് യൂസ് ചെയ്യുന്നത്. ദാൽക്ക പാനി അല്ലെങ്കിൽ വെള്ളത്തോട് പാലിൻ്റെ കൺസിസ്റ്റൻസി ഉള്ള വെള്ളമായിട്ട് ദാൽക്ക പാനി, റൈസ് ക പാനി എന്ന് പറഞ്ഞിട്ട് ആ വെള്ളത്തിൻ്റെ കൺസിസ്റ്റൻസി തന്നെ തുടങ്ങുന്ന ആൾക്കാരുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ സൗത്ത് ഇന്ത്യയിലാണെങ്കിൽ മുത്താറി കുറുക്ക്, അതായത് മില്ലറ്റ്സ് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് ഏത് രീതി ചെയ്യുന്നത് ഓക്കെയാണ്. ഓൺലി തിങ് ഇസ് ഡോണ്ട് ഇൻട്രൊഡ്യൂസ് 2 items അറ്റ് എ ഡേ. ഓക്കെ, ഒരു ദിവസം എന്നുള്ള രീതിയിൽ തുടങ്ങുക. അപ്പോൾ ഇന്ന് നമ്മൾ എന്താ പറയുക, ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ മുത്താറി കുറുക്ക കൊടുക്കണമെങ്കിൽ 3 ദിവസം മുത്താറി കുറുക്ക് തന്നെ കൊടുക്കുക. 4ാമത്തെ ദിവസം വേണം വേറെ നമ്മുടെ പഴങ്കായോ കണ്ണങ്കായോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊടുത്ത് ഡിഫറെൻ്റ് ഒരു വേരിയേഷൻ കൊടുത്തു തുടങ്ങാൻ വേണ്ടിയിട്ട്. ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ഇനി കുഞ്ഞിൻ്റെ ഫുഡിൻ്റെ കൺസിസ്റ്റൻസി ആദ്യം നമ്മൾ തുടങ്ങുമ്പോൾ അമ്മയുടെ പാൽ അല്ലെങ്കിൽ ഫോർമുല മിൽക്ക് നമ്മൾ കൊടുക്കുന്നതിൻ്റെ സെയിം കൺസിസ്റ്റൻസിയോടുകൂടെ വേണം വരാൻ. അത് കഴിഞ്ഞ് കുറച്ച് ബേബി പതുക്കെ കഴിച്ചു തുടങ്ങി ബേബിയുടെ ആ ഒരു ത്രസ്റ്റിൻ്റെ റിഫ്ലെക്സസ് മാറിക്കഴിഞ്ഞ് സ്ലോലി ബേബി ഫുഡ് എടുക്കാൻ തുടങ്ങിയതിന് ശേഷം ടുവേർഡ്സ് ദി 8 to 9.5 months 10 months പല്ല് വരുന്ന സമയമാണല്ലോ. ഇപ്പോൾ ഏർലി പല്ല് വരൽ കാണുന്നുണ്ട്. ബട്ട് സ്റ്റിൽ ദാറ്റ് ഇസ് എ ടൈം വെൻ വി ചേഞ്ച് ദ കൺസിസ്റ്റൻസി ഓഫ് ദ ഫുഡ്. കുറച്ചുകൂടി തിക്കർ കൺസിസ്റ്റൻസി ആക്കും. 9 മാസം കഴിയുമ്പോൾ മുതൽ നമ്മൾ ഫിംഗർ ഫുഡ്സ് സ്റ്റാർട്ട് ചെയ്യും. ഫിംഗർ ഫുഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ തരി പൊരിയൊക്കെ പോലെ അല്ലെങ്കിൽ ക്യാരറ്റൊക്കെ വേവിച്ചിട്ട് നമ്മൾ കുഞ്ഞു സ്ലൈസ് ആക്കി വെക്കും, ബേബി എടുത്ത് തിന്നുക. അങ്ങനത്തെ കുഞ്ഞ് ഫിംഗർ ഫുഡ്സ് സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, ഇനി ഏത് ഫുഡ് എപ്പോൾ കൊടുക്കണം അല്ലെങ്കിൽ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് ഐഡിയലി പറഞ്ഞാൽ അതൊരു ഡയറ്റീഷ്യൻ്റെ അടുത്ത് നമ്മൾ സംസാരിച്ച് ബേബിയുടെ വെയിറ്റ് ഗെയിൻ അനുസൃതമായി ബേബിയുടെ എല്ലാ പ്രപ്പോർഷൻ, ഹൈറ്റ്, വെയിറ്റ് ആൻഡ് ഡെവലപ്മെൻറ്റ്, കംപ്ലീറ്റ് ഡെവലപ്മെൻറ്റ് ഓഫ് ദ ബേബിനെ അനുസരിച്ച് ഓരോ ഡയറ്റ് ബേബിക്കാണെങ്കിലും അമ്മയ്ക്കാണെങ്കിലും പ്രിസ്ക്രൈബ് ചെയ്യേണ്ടത് ഡയറ്റീഷ്യനാണ്. ദാറ്റ് ഈസ് എ കറക്റ്റ് ഐഡിയൽ വേ ടു ഫോളോ. പക്ഷേ നോർമൽ ഹൗസ് ഹോൾഡിൽ അങ്ങനെ സംഭവിക്കണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. അപ്പോൾ ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി യുവർ ചോയ്സ്. ഐ കാൺ സേ കി ലൈക്ക് അത് തന്നെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത്. പക്ഷേ ഇറ്റ്സ് എൻ അണ്ടർസ്റ്റാൻഡിങ് ദാറ്റ് യു ഹാവ് ടു ഹാവ് കി ലൈക്ക് ബേബി ബർത്ത് വെയ്റ്റിന് ഡബിൾ ആവണം 6 months, ട്രിപ്പിൾ ആവണം 1 year. അപ്പോൾ ഒരു വെയിറ്റിൽ തന്നെ ഒരു ഇൻക്രീസിങ് ഗ്രാഫാണ് വരേണ്ടത്. അത് കുറയുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങളൊരു ഡോക്ടറെ അടുത്ത് പീഡിയാട്രീഷ്യൻ്റെ അടുത്ത് കൊണ്ടുപോയാലും എത്രത്തോളം ഡയറ്റിൽ എക്സാമ്പിൾസ് കിട്ടും അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ബേബി ഫുഡ് റെസിപ്പീസ് എന്നൊക്കെ വേണ്ടി ഇപ്പോൾ കുറേ ഇൻസ്റ്റാ പേജൊക്കെ ഉണ്ടല്ലോ, അത്രയും ഓപ്ഷൻസ് കിട്ടുമോ എന്നുള്ളത് എനിക്കറിയില്ല. ബിക്കോസ് ദേ ആർ വെരി ബിസി കൺസൾട്ടിങ് ഫോർ ദ
what do you say, the diseases, right? So it is always a nutrition coach you can help you right here, because that is their area, the food, dietitian, I mean digestive system, the gut. ചില കുട്ടികൾക്ക് IBS ഉണ്ടാവും, കുറേ കൈൻഡ് ഓഫ് കണ്ടീഷൻസ് ഉണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കി ചെയ്യണമെങ്കിൽ ഇറ്റ് ഇസ് ബെറ്റർ ദാറ്റ് യു ക്യാൻ ടേക്ക് എൻ അപ്പോയിൻമെൻറ്റ് വിത്ത് യുവർ ന്യൂട്രീഷൻ കോച്ച്. ഷീ വിൽ ഡെഫിനറ്റ്ലി ഗൈഡ് യു വെൽ. ഇവിടെ ഇനി ബേബിക്ക് ഫുഡ് കൊടുത്തു തുടങ്ങുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്? ഇത് ഫാമിലി മീൽ ടൈം ആയിട്ട് തന്നെയാണ് ചെയ്യേണ്ടത്. എന്ന് പറഞ്ഞാൽ ഡൈനിങ് ടേബിളിൽ നമ്മൾ ഇപ്പോൾ ഇഫ് യു ക്യാൻ ബൈ എ ബൂസ്റ്റർ ചെയർ ഓർ എ ഹൈ ചെയർ, അതെടുത്ത് ഡൈനിങ് ടേബിളിൽ ക്ലോസ് ആയിട്ട് ഇരിക്കുക. എന്നിട്ട് നമ്മളെല്ലാവരും ഭക്ഷണം കഴിക്കുന്ന സമയത്ത്, വീട്ടിലുള്ള എല്ലാവരും ഭക്ഷണം കഴിക്കുന്ന സമയത്ത് കുഞ്ഞിനും ഫുഡ് കൊടുക്കുക. അല്ലാതെ കുഞ്ഞിൻ്റെ ഫുഡ് ടൈം ഡിഫറെൻ്റ് ആയിട്ട് തന്നെ ചെയ്യേണ്ട ഒരു കാര്യമില്ല. അങ്ങനെ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ, ബേബി, ഞാൻ നേരത്തെ കുറേ റെഡിനെസ് സൈൻ പറഞ്ഞില്ലേ, അതിനകത്ത് ഒരെണ്ണമാണ് നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ ബേബിയും ഇങ്ങനെ കയ്യിൽ പിടിച്ച് അല്ലെങ്കിൽ തിന്നാനുള്ളൊരു ഇത് കാണിക്കുക. ഫുഡ് ഓൺ ദ ടേബിളിൽ ഒരു അപ്പറ്റൈറ്റ് പോലെ അല്ലെങ്കിൽ ഒരു വെള്ളം വരണ പോലെ എന്നൊക്കെ നമ്മൾ നോർമൽ കൊളോക്കിയൽ ഭാഷയിൽ പറയണ പോലെയുള്ള ഒരു ഇഷ്ടം കാണിക്കുക എന്നുള്ളത്. അപ്പം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ട് എങ്കിൽ ഇറ്റ്സ് എ റെഡിനെസ് സൈൻ അല്ലേ. അപ്പം നമ്മൾ എല്ലാവരോടും ഒരുമിച്ചിരുന്ന് കഴിക്കുമ്പോൾ ബേബി മറ്റുള്ളവർ ഭക്ഷണം കഴിക്കുന്ന രീതികളും കൂടെ കാണുകയാണ്. സോ ഓട്ടോമാറ്റിക്കലി ബേബിക്ക് അത് തിന്നാനുള്ള ഒരു ഇഷ്ടം ഉണ്ടാകും. അപ്പം ബേബി എങ്ങനെയാണ് കഴിക്കുക? നമ്മൾ കഴിക്കുന്ന പോലെ വളരെ നന്നായിട്ട് വൃത്തിയായിട്ടൊന്നും കഴിക്കില്ല. വരാൻ നോക്കും, പീച്ചാൻ നോക്കും, ഓക്കെ, ഇങ്ങനെ പരസ്പരം കൈകൂട്ടി അടിക്കാൻ നോക്കും, ചിലപ്പോൾ ലിക്കാൻ നോക്കും, മേത്താക്കും, സൈഡിലൊക്കെ ആക്കും. ഇറ്റ് ഈസ് ഗോയിങ് ടു ബി എ വെരി മെസ്സി ജോബ്. സോ ബേബി ലെഡ് വെയിനിങ് ഇസ് എ വെരി വെരി മെസ്സി ജോബ്. അപ്പോൾ നമ്മൾ ഐഡിയലി ഇങ്ങനെ പറ്റിയില്ലെങ്കിൽ കൂടിയും വാട്ട് യു ക്യാൻ ഡു ഇസ്, ഇപ്പോൾ ഒരു ചെറിയ പാത്രത്തിൽ കുഞ്ഞിന് ആവശ്യമായിട്ടുള്ള കുറുക്കുണ്ടാക്കി ഒരു സ്പൂണും ആ ഒരു ചെറിയ കട്ടോരി ഒരു സ്മോൾ പാത്രമായിട്ട് അമ്മ ഇരിക്കാം, അല്ലെങ്കിൽ വാട്ട് എവർ ഹൂ എവർ ഇസ് ഫീഡിങ് ഇരിക്കാം. അതിനുശേഷം ബേബിയുടെ കയ്യിൽ ഒരു കുഞ്ഞു പാത്രം ഒരു സ്പൂണും കൊടുക്കുക. അപ്പോൾ ബേബി അത് രണ്ടും വെച്ചിട്ട് കളിക്കും. അപ്പം നമുക്ക് ഈ സ്പൂൺ വെച്ച് ബേബിയുടെ അടുത്തേക്ക് കൊണ്ടുവന്നിട്ട് ബേബിയുടെ ലിപ്സിനോട് ക്ലോസ് ആയിട്ട് ഈ സ്പൂൺ വെക്കും. അപ്പം ബേബി നാക്ക് വെച്ചിട്ട് ആ ഫുഡ് കുറച്ചായിട്ട് അകത്തേക്ക് എടുക്കാൻ നോക്കും. ഓക്കെ, പക്ഷേ യു നോ ദ റിഫ്ലെക്സ് ഇസ് ദെയർ. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഫുഡാണെങ്കിലും തിരിച്ച് വരിക ചെയ്യാം. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട 2-3 കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, ഒന്ന്, കീപ്പ് ഓൺ വൈപ്പിംഗ് ദ ഫേസ് ആൻഡ് ക്ലീൻലിനെസ് ആയിട്ട് ആ ഒരു സംഭവം ഉണ്ടാവരുത്. കുറുക്ക് വെച്ചിട്ട് തിരിച്ചു വരണ ഭക്ഷണം കോരി മാറ്റാം അല്ലെങ്കിൽ തിരിച്ചു കൊടുക്കാം, അല്ലാതെ എപ്പോഴും ഒരു തുണി വെച്ചിട്ട് അല്ലെങ്കിൽ ഡാം ക്ലോത്ത് വെച്ചിട്ട് എപ്പോഴും കുഞ്ഞിനെ മുഖം തുടച്ച് വൃത്തിയാക്കുക, താഴെ പോയത് അല്ലെങ്കിൽ മേത്ത് ബിബ് ഇട്ടിട്ടുണ്ടാവും നമ്മൾ എന്തായാലും ബോഡിയിലാവാതിരിക്കാനും ഡ്രസ്സിലാവാതിരിക്കാനും അത് ക്ലീൻ ചെയ്യുക. അങ്ങനെ ഒത്തിരി ക്ലീൻലിനെസ് ചെയ്യാതിരിക്കുക. വെൻ യു ഫോക്കസ് ഓൺ ക്ലീൻലിനെസ്, ബേബിയുടെ ഫോക്കസും നമ്മുടെ റിയാക്ഷനിലേക്കും ക്ലീൻലിനെസ്സിലേക്കുമാണ് പോകുന്നത്. സോ ശരിക്കും ബേബി ലെഡ് വെയിനിങ്ങിൽ ബേബി ടെക്സ്ചർ മനസ്സിലാക്കണം, ഫുഡ് എന്താണ്, ഫുഡിൻ്റെ അളവ് മനസ്സിലാക്കി അതിൻ്റെ അപ്പറ്റൈറ്റ് അനുസരിച്ച് ഹങ്കർ അനുസരിച്ച് കഴിക്കണം എന്നുള്ളത് നടക്കില്ല. അമ്മ ഭയങ്കര കോൺഷ്യസ് ആയിട്ട് ഞാൻ തുടച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ബേബി അതുപോലെ കോൺഷ്യസ് ആയിരിക്കും. ഇതാണ് ഒരു കാര്യം. രണ്ടാമത്തെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, വാട്ട് എവർ യു ആർ ഫീഡിങ് യുവർ ചൈൽഡ്, ദ പ്രസൻസ് ഇസ് വെരി മച്ച് ഇമ്പോർട്ടൻറ്റ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ ആലോചിച്ചാൽ, ഞാൻ അമ്മ എന്നുള്ള നിലയിൽ മുത്താറി എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത ഒരാളാണെന്ന് വിചാരിക്കും. അപ്പം ഞാൻ മുത്താറി കൊടുക്കുമ്പോൾ എൻ്റെ മനസ്സിലുള്ള തോട്ട്, അയ്യോ ഈ സാധനം എങ്ങനെയാണ് കഴിക്കാൻ പറ്റുക, അത് ഒട്ടും ടേസ്റ്റില്ലാത്തൊരു സാധനമാണ്, എനിക്ക് ഒട്ടും മുത്താറി ഇഷ്ടമല്ലെങ്കിൽ എൻ്റെ മനസ്സിലുള്ള തോട്ട് ഇതായിരിക്കും അല്ലേ. അപ്പം ഞാൻ മുത്താറി സോക്ക് ചെയ്യുമ്പോഴാണെങ്കിലും എന്താ പറയുക, മുത്താറി ഭയങ്കര ടേസ്റ്റുള്ളൊരു സാധനമാണ്, ഞാൻ അങ്ങനെ പറയാം, ജസ്റ്റ് ഒരു എക്സാമ്പിളായിട്ട് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ സോക്ക് ചെയ്യുമ്പോഴാണെങ്കിലും അരയ്ക്കുമ്പോഴാണെങ്കിലും അതിൻ്റെ ഇതെടുക്കുമ്പോഴാണെങ്കിലും ഒക്കെ എൻ്റെ മനസ്സിലിതാണ് അല്ലേ. അപ്പോൾ ബേബിക്ക് ഇത് ഓഫർ ചെയ്യുമ്പോൾ in a way or the other, this is very much imprinted in my face and the baby can understand that. ബേബിക്ക് നിങ്ങളുടെ എല്ലാ രീതിയിലുള്ള ഫ്രം 6 months ഓൺവേർഡ്സ് അമ്മയുടെ മെൻറ്റൽ സ്റ്റേറ്റ് പോലും കുഞ്ഞിന് മനസ്സിലാവുന്നുണ്ട്. ഓക്കെ, ഗർഭസ്ഥ ശിശു ഡെഫിനറ്റ്ലി അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ അറൗണ്ട് സറൗണ്ടിങ്സ് നിങ്ങൾ എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത്, നിങ്ങളുടെ വീടിൻ്റെ സിറ്റുവേഷൻ എന്താണ്, പരസ്പരം നിങ്ങളുടെ ഒരു കമ്മ്യൂണിക്കേഷൻ എന്താ, റിലേഷൻഷിപ്പ് എന്താ, എവറിത്തിങ് ആ ബേബി ക്യാൻ അണ്ടർസ്റ്റാൻഡ്. ഓക്കെ, 2 months മുതൽ ബേബിക്ക് മനസ്സിലാകും. അപ്പോൾ ഇയാൾ 6 months കഴിഞ്ഞ ആളാണ്, അപ്പോൾ മനസ്സിലാകത്തില്ലേ. ഇങ്ങനെയൊക്കെ ഒരു എക്സ്പ്രഷൻസ് ആണ് നമ്മൾ വെക്കുന്നതെങ്കിൽ ബേബി ഡെഫിനറ്റ്ലി അണ്ടർസ്റ്റാൻഡ്സ് ദാറ്റ്. അപ്പോൾ ബേബി കഴിക്കില്ല. അപ്പോൾ അല്ലെങ്കിൽ എനിക്കറിയാം ഈ ടേസ്റ്റ് സാധനം ഇല്ലാത്ത സാധനം കഴിക്കില്ല എന്ന് പറഞ്ഞ് വിധിയെഴുതുന്നതിനകത്ത് അർത്ഥമില്ല. ഇനി ബേബിക്ക് ടേസ്റ്റ് മനസ്സിലാകുമോ? ഡെഫിനറ്റ്ലി ബേബിക്ക് ടേസ്റ്റ് മനസ്സിലാകും. ഇനി ഈ ഉപ്പില്ലാത്ത സാധനം, ഞാൻ വളരെ കോമൺ ആയിട്ട് എൻ്റെ പാരൻറ്റിങ് സെഷൻസിലെല്ലാം കേൾക്കുന്ന ഒരു കാര്യമാണ്, ഈ ഉപ്പും മധുരവും ഇല്ലാത്ത ഭക്ഷണം എങ്ങനെയാണ് മാഡം കഴിക്കുന്നത് എന്നുള്ളത്. സി, ഉപ്പും മധുരം എന്നുള്ളത് നമുക്കല്ലേ, ബേബിയുടെ ബോഡിയിൽ ആവശ്യമായിട്ടുള്ള സോഡിയത്തിൻ്റെ കണ്ടന്റ് ഓൾറെഡി ബേബി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, മിൽക്ക്, മുലപ്പാല് ഒബ്വിയസ്ലി കുറച്ച് എന്താ പറയുന്നത് മധുരത്തിൻ്റെ അംശമുള്ളതാണ്. മധുരം അതാണ് ടേസ്റ്റ്.
ഫോർമുല മിൽക്ക് ഡെഫിനറ്റ്ലി മധുരമുള്ളതാണ്. അപ്പോൾ ബേബി ഓൾറെഡി ബോൺ വിത്ത് മധുരത്തിനോട് ഇത്തിരി ഇഷ്ടമുള്ള ഒരാളായിട്ടാണ് ബേബി ഉള്ളത്. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ എക്സ്ട്രാ മധുരം കൂടെ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. അതുകൊണ്ടാണ് നമ്മൾ പറയുക എക്സ്ട്രാ മധുരം കൊടുക്കണ്ട, നാച്ചുറൽ ഷുഗർ മതി എന്ന് പറയുന്നത്. ഇപ്പോൾ പച്ചക്കറിയിലാണെങ്കിലും ഫ്രൂട്ട്സിലാണെങ്കിലും ഒക്കെ അതിൻ്റേതായിട്ടുള്ളൊരു തനതായ ഒരു ടേസ്റ്റ് ഉണ്ട്, അത് മതി ബേബിക്ക്. ദാറ്റ് ഈസ് എന്തുകൊണ്ടാണ് മതി എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ബേബിക്ക് അത്രയും ഡൈജസ്റ്റ് ചെയ്യാനുള്ള കഴിവേ ഉള്ളൂ. ഇപ്പോൾ ഉപ്പ് എത്രത്തോളം പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടോ ബോഡിയിൽ, അത് ഡൈജസ്റ്റ് ചെയ്യാനും അതിനെ എന്താ പറയുന്നത് ഡിസോറിയൻറ്റ് ചെയ്ത് കളയാനും ഉള്ള ഒരു കപ്പാസിറ്റിയെ ബേബിയുടെ കിഡ്നിക്കുള്ളൂ. അല്ലാതെ നമ്മൾ എക്സ്ട്രാ സോഡിയം കൊടുത്തു കഴിഞ്ഞാൽ ബേബിയുടെ കിഡ്നിക്ക് ലോഡ് കൂടുതലായിരിക്കും, പിന്നെ അത് ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളിലേക്ക് പോകും. അതുകൊണ്ടാണ് നമ്മൾ ഈ ഉപ്പാണെങ്കിലും മധുരമാണെങ്കിലും കൊടുക്കരുതെന്ന് പറയുന്നത്, ഇതിൻ്റെ ഒരു റീസൺ. ഇനി രണ്ടാമത്തെ കാര്യം 8 to 10 months എന്ന് പറയുന്നത് ബേബിയുടെ സ്ലീപ്പ് റിഗ്രഷൻ്റെ സെക്കൻഡ് ഫേസ് ആണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടീത്തിങ് ഉണ്ട്, റിഗ്രഷൻ ഫേസ് ഉണ്ട്. റിഗ്രഷൻ എന്താണെന്നുള്ളത് ഞാൻ വേറൊരു വീഡിയോയിൽ വിശദമായിട്ട് പറഞ്ഞുതരാം. ജസ്റ്റ് ടു അണ്ടർസ്റ്റാൻഡ് ലൈക്ക് ഇങ്ങനെയാണ് ബേബിയുടെ സ്ലീപ്പ് സൈക്കിൾ കംപ്ലീറ്റ് ആയിട്ട് ഫോം ചെയ്യുക. പക്ഷേ 8 to 10 monthsലെ റിഗ്രഷനിൽ ബേബിയുടെ വേറെ കുറേ മോട്ടോർ ഡെവലപ്മെൻറ്റ് ആണെങ്കിലും ഫൈൻ മോട്ടോർ സ്കിൽസിലാണെങ്കിലും കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റിലാണെങ്കിലും ഏതെങ്കിലുമൊക്കെ മേഖലകളിൽ റിഗ്രഷൻ സംഭവിക്കാം. അപ്പോൾ ബേബിക്ക് ടീത്തിങ്ങും കൂടെ വരുന്നത് കൊണ്ട് ഭക്ഷണം കഴിക്കാനുള്ളൊരു ടെൻഡൻസി നോർമലായിട്ട് കുറഞ്ഞു വരാറുണ്ട്. ഇറ്റ്സ് വെരി നാച്ചുറൽ. അപ്പോൾ എന്തുകൊണ്ടാണ് പല്ല് മോണയിൽ നിന്ന് പൊട്ടി ഇറങ്ങി വരുമ്പോൾ ഇറ്റ്സ് വെരി പെയിൻഫുൾ. അന്നേരം ചവച്ച് അരച്ച് തിന്നാനൊന്നും ആർക്കും താല്പര്യം ഉണ്ടാവില്ല. അപ്പോൾ സക്ക് ചെയ്യാൻ അമ്മയുടെ പാല് എക്സ്ട്രാ കുടിക്കാനായിരിക്കും തോന്നുക, അല്ലെ ബോട്ടിൽ കൊടുക്കുന്നുണ്ടെങ്കിൽ അത് കുടിക്കാനായിരിക്കും തോന്നുക, അല്ലെങ്കിൽ അങ്ങനെ ഈസിയായിട്ട് ഡൈജസ്റ്റ് ചെയ്യുന്ന ഒത്തിരി എഫേർട്ട് ഇല്ലാത്ത ഒരു സാധനം കഴിക്കാനാണ് തോന്നുക. നമ്മളും പല്ല് ഡോക്ടറെ അടുത്ത് പോയി കഴിഞ്ഞിട്ട് വരുമ്പോൾ നമുക്കിങ്ങനെ ചിക്കൻ ഇറച്ചിയൊക്കെ കഴിച്ചു കഴിക്കാൻ പറ്റാറില്ലല്ലോ. നമ്മളും ഐസ്ക്രീം ഒക്കെ അല്ലേ കഴിക്കുക, ഈസിലി ഡൈജസ്റ്റബിൾ. ഡോക്ടർ നമ്മളോട് പറഞ്ഞു വിടുന്നതും തണുത്തുള്ളത് കഴിക്കൂ, ജ്യൂസ് കുടിക്കൂ, അങ്ങനെയൊക്കെ അല്ലേ. അപ്പം അതാണ് ബേബിക്കും. അപ്പം പെയിൻ അനുസരിച്ചിട്ട് അപ്പം ഒരു യു ഹാവ് ടു ഹാവ് എൻ ഐഡിയ വെറിൻ 8 to 10 monthsൽ ദർ ഇസ് എ പ്രോബ്ലം. ഇങ്ങനെ ഒരു റിഗ്രഷൻ ഫേസ് ആണ്. സോ യു മൈറ്റ് സീ എ നാച്ചുറൽ റിഡക്ഷൻ ഇൻ ദ ക്വാണ്ടിറ്റി ഓഫ് ദ ഫുഡ് ദേ ടേക്ക്. സെക്കൻഡ് ഇസ് ദിസ്. തേർഡ് വൺ ഇസ് എമൗണ്ട് ഓഫ് ഫുഡ്. സി എന്ത് കൊടുക്കണം, എപ്പോൾ കൊടുക്കണം എന്ന് നിങ്ങൾ തീരുമാനിക്കും. എത്രത്തോളം കഴിക്കണം എന്നുള്ളത് ബേബി തീരുമാനിക്കട്ടെ. ബേബി നിങ്ങളോട് വളരെ ക്ലിയർ ആയിട്ട് നോ പറയും. നിങ്ങളത് കൊടുക്കുമ്പോഴത്തേനും ബേബി ഇങ്ങനെ മാറ്റും, അല്ലെങ്കിൽ എന്ന് പറയും, അല്ലെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ പിടിച്ചിരിക്കും. ഞാൻ കണ്ടിട്ടുണ്ട് കാലിൻ്റെ ഇടയിലൊക്കെ കുഞ്ഞുങ്ങളെ ഇറക്കി പിടിച്ചിട്ട് സ്പൂൺ കൊണ്ട് കുത്തി 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 ഇറക്കി അകത്ത് കയറ്റുന്നത്. ദ ക്വസ്റ്റ്യൻ ഈസ് വൈ ഡോണ്ട് യു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ബേബി ഈസ് എ ഹ്യൂമൻ ബീങ്. ബേബിക്ക് തീർച്ചയായിട്ടും അറിയാൻ പറ്റും. ബേബീനെ എക്സ്ട്രാ നിങ്ങൾ ഫീഡ് ചെയ്താൽ ബേബി ഉറപ്പായിട്ടും വോമിറ്റ് ചെയ്ത് കളയും. ഇത് ന്യൂ ബോണിൻ്റെ പാരൻസ് പോലും ഒരു പരിധി വരെ ശ്രദ്ധിക്കാറില്ല. കുഞ്ഞ് കരയുമ്പോഴൊക്കെ ഇപ്പോൾ ഇവിടെ വരെ കഴുത്തറ്റം വെച്ച് വരെ പാൽ കുടിച്ച കുട്ടിയാണെങ്കിൽ പോലും പിന്നെയും നിങ്ങൾ ഫീഡ് ചെയ്യും. ഫീഡ് ചെയ്യുമ്പോൾ കുഞ്ഞ് ഛർദ്ദിക്കും. ഛർദ്ദിച്ച് കഴിയുമ്പോഴത്തേനും അയ്യോ ഇത് മുഴുവൻ ഛർദ്ദിച്ചു പോയി, പിന്നെയും ഫീഡ് ചെയ്യണം നോക്കും. ഈ ഇത്രയും ഇങ്ങനെ ക്ലോസ് ഫിസ്റ്റാണ് ഒരാളുടെ സ്റ്റൊമക്കിൻ്റെ സൈസ് എന്ന് പറയുന്നത്. അപ്പോൾ ബേബിയുടെ ഫിസ്റ്റിൻ്റെ സൈസേ ഉള്ളൂ ബേബിയുടെ ടമ്മിക്ക്. അപ്പോൾ അത് യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ഹൗ മച്ച് ഫുഡ് ഐ നീഡ് ഫോർ മൈസെൽഫ് എന്നുള്ളത് ബേബിക്ക് വളരെ നന്നായിട്ട് അറിയുന്ന കാര്യമാണ്. സോ യു ഹാവ് ടു ട്രസ്റ്റ് ദാറ്റ്. മേ ബി 1-2 സ്പൂൺ അല്ലേ, മാക്സിമം 1/2 സ്പൂണൊക്കെ, അങ്ങനെയൊക്കെ. അതായത് 2 to 3 സ്പൂൺസ് ഉള്ള രീതിയിലാണ് നമ്മളെപ്പോഴും സോളിഡ്സ് തുടങ്ങി കഴിയുമ്പോൾ ഗുഡ് ഡയറ്റ് അല്ലെങ്കിൽ നന്നായിട്ട് ഫുഡ് കുട്ടി കഴിച്ചു എന്ന് പറയുന്നത്. സോ യു ടു ഗോ ബൈ ദാറ്റ്. ഇനി ഇന്ന് 2 സ്പൂൺ കഴിച്ചതോ നാളെ 3 സ്പൂൺ കഴിച്ചു, പക്ഷെ മറ്റന്നാൾ 1/2 സ്പൂണേ കഴിച്ചുള്ളൂ എന്നുള്ളതുകൊണ്ട് ഡോണ്ട് മേക്ക് ഇറ്റ് ഇസ് എ കമ്പാരിസൺ. അയ്യോ കൊച്ചു കഴിക്കുന്നില്ലല്ലോ, കുറഞ്ഞാണല്ലോ വരുന്നത്. ഡോണ്ട് ഗോ ബൈ ദാറ്റ്. എല്ലാ ദിവസവും ഒരേപോലത്തെ അപ്പറ്റായിട്ടും ഒരേപോലെ ഭക്ഷണം കഴിക്കാനുള്ള രീതിയും ആയിരിക്കില്ല എല്ലാവർക്കും. നമുക്കും അങ്ങനെ തന്നെ അല്ലേ. ഇനി എപ്പോഴാണ് ശ്രദ്ധിക്കേണ്ടത്? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ വെയിറ്റ് ചാർട്ടിൻ്റെ കാര്യം. വെയിറ്റ് ഡിക്രീസ് ചെയ്യാണ് ബേബിക്ക്, അല്ലെങ്കിൽ കണ്ടിന്യൂസ്ലി അസുഖങ്ങൾ വരാണ്, അല്ലെങ്കിൽ വുഡ് യു സേ ലൂസ് മോഷൻസ് സംഭവിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഡെഫിനറ്റ്ലി യു ഹാവ് ടു ഗെറ്റ് ഹെൽപ്പ്. എന്തോ ഓക്കെ അല്ല, ബേബിയുടെ വയറ്റിൽ പിടിക്കാത്തതിന് എന്തോ സംഭവിച്ചിട്ടുണ്ട് നമുക്ക് മനസ്സിലാവും. ഇനി ഓൾവേസ് ടെക്ക്. എന്തുകൊണ്ടാണ് ഈ 3 day റൂൾ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബേബിയുടെ പൂപ്പ് നമുക്ക് മനസ്സിലാകും എന്തെങ്കിലും ഇറിറ്റേഷൻസ് അല്ലെങ്കിൽ അലർജീസ് ബേബിക്ക് ഉണ്ടോ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ബേബി ലെഡ് വീനിങ്ങിൽ പെട്ടെന്ന് പറഞ്ഞു തരാനുള്ളത്. ഇനി ഇതൊരു 2-3 കാര്യങ്ങളും കൂടെ എന്ന് വെച്ചാൽ, ഒന്ന് കോമൺ ആയിട്ട് എല്ലാവരും കൂടെ ഇപ്പോൾ ജോയിൻറ്റ് ഫാമിലി സെറ്റപ്പിലാണെങ്കിൽ നടക്കാൻ ബുദ്ധിമുട്ടാണ്. ബിക്കോസ് എവ്രിബഡി സെയിം പേജിലല്ലാത്ത എല്ലായിടത്തും ഇത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അച്ഛനും അമ്മയും ഇങ്ങനെ ചെയ്യാൻ തീരുമാനിക്കുന്നു, അച്ഛമ്മ അല്ലെങ്കിൽ അനിയത്തിമാർ, അച്ഛമ്മമാർ ആരെങ്കിലുമൊക്കെ അതല്ലാണ്ട് വേറെ ചെയ്യാൻ നോക്കുന്നുവെങ്കിൽ ഇറ്റ്സ് എ വെരി ഡിഫിക്കൽട്ട് പ്രോസസ്സ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കരയുമ്പോൾ ഒക്കെ ഇമോഷണൽ ഈറ്റേഴ്സിനെ നമ്മൾ കണ്ടിട്ടില്ലേ, സങ്കടം വരുമ്പോഴൊക്കെ എന്തെങ്കിലുമൊക്കെ ഇത് തിന്നുക.
മെയിൻ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടിക്കാലത്ത് ഇതുപോലെ കരയുമ്പോൾ അവർക്ക് എന്തെങ്കിലും മധുരമുള്ളത് ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കും, തിന്നാനായിട്ട് കൊടുക്കും. സോ ദാറ്റ് ദേ ആർ ഡിസ്ട്രാക്റ്റഡ് ഫ്രം ദിയർ ഇമോഷൻ. അങ്ങനെ ഇമോഷണൽ ഡിസ്ബാലൻസ് ഉള്ളത് കൊണ്ടാണ് പല രീതിയിൽ പല ഈറ്റിംഗ് ഡിസോർഡേഴ്സും ഉണ്ടാകുന്നത്. ഇഫ് യു ക്യാൻ ട്രസ്റ്റ് യുവർ ചൈൽഡ്, ഇഫ് യു ക്യാൻ ട്രസ്റ്റ് ദിയർ ഇമോഷൻ, ഇൻറ്റ്യൂഷൻ, യുവർ ബേബി ഈസ് ഗോയിങ് ടു ബി എ ഹെൽത്തി ഈറ്റർ. അല്ലാതെ ഭക്ഷണം വല്ലാതെ വണ്ണം വെച്ചിരിക്കുന്നതും ചപ്പിയായിട്ടിരിക്കുന്നതും അല്ല ഹെൽത്ത് എന്ന് പറയുന്നത്, ആരോഗ്യത്തിൻ്റെ ക്രൈറ്റീരിയ. അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. നിങ്ങൾക്ക് ഒരുപാട് ഗുണ്ടുമണിയായിട്ടിരിക്കുന്ന അല്ലെങ്കിൽ ചബ്ബിയായിട്ടിരിക്കുന്ന ഒരു ബേബിയാണ് വേണ്ടതെങ്കിൽ യു ക്യാൻ ജസ്റ്റ് ഗെറ്റ് ഇൻ ടു ദ കാൽക്കുലേഷൻസ് ആൻഡ് വാട്ട് യു സേ ദ സ്റ്റഡീസ് ഫ്രം എൻറ്റയർ വേൾഡ്. യൂണിസെഫ്, WHO ഒക്കെ ചെയ്തിട്ടുണ്ട് ചബ്ബി ബേബി, ഒബീസ് ബേബീസിനെ കുറിച്ച് നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാകും. You have a baby, maybe she or he is lean enough, but they can be healthy. So please trust that. ഒരാൾ പറയുന്നത് കേട്ട് ഇങ്ങനെ ഇരിക്കുന്നു, നീ ഒന്നും കൊടുക്കുന്നില്ലേ എന്നുള്ള ടോൺസ് കേട്ടിട്ട് ഡോണ്ട് ഗെറ്റ് ഇൻ ടു ദാറ്റ്. ഇനി അടിച്ച് തല്ലി ഡിസ്ട്രാക്ഷൻ വെച്ച് കൊടുക്കുന്നത് അതും ചെയ്യല്ലേ. കാരണം എന്താണ് കഴിക്കുന്നതെന്ന് കുഞ്ഞ് അറിഞ്ഞ് വേണം കഴിക്കാൻ. എന്നാൽ മാത്രമേ കുഞ്ഞിന് ഫുഡിൻ്റെ ടേസ്റ്റിനോട്, ടെക്സ്ചറോട്, കളറിനോട് ഒക്കെ ഇഷ്ടം വരുള്ളൂ. എന്നാൽ മാത്രമാണ് കുട്ടി വളരെ ഹെൽത്തി ആയിട്ട് ഭക്ഷണം കഴിക്കാൻ പഠിക്കുന്നതും. ഫോൺ കാണിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ കഥ പറഞ്ഞുകൊണ്ട് കൊടുക്കുക, പാട്ട് പാടിക്കൊണ്ട് കൊടുക്കുക. യു ക്യാൻ കഥയും പാട്ടും ഒക്കെ നിങ്ങൾക്ക് പാടാം എലോങ് വിത്ത് ദറ്റ് ഫുഡ്. ഇപ്പോൾ ചോറ കൊടുക്കുന്നെങ്കിൽ ചോറിനെ കുറിച്ച് പറയാം, ക്യാരറ്റ് പ്യൂരിയ കൊടുക്കുന്നെങ്കിൽ അതിനെക്കുറിച്ച് പറയാം, മുത്താറയെ കൊടുക്കുന്നെങ്കിൽ അതിനെക്കുറിച്ച് പറയാം. അങ്ങനെ പറയൂ. സോ ദാറ്റ് ദ ബേബി വിൽ ബി കണക്റ്റഡ് ടുവേർഡ്സ് വാട്ട് യു ആർ ഫീഡിങ് ദ ബേബി ആൻഡ് യു ടെലിങ് ദ ബേബി. അല്ലാതെ ഫോൺ കാണിച്ച് കുഞ്ഞിൻ്റെ പുറകെ ഓടി നടന്നൊന്നും കഴിക്കരുത്. ഇനി കുറച്ചുകൂടെ വലുതായി കഴിഞ്ഞാൽ ഒരു 10 മാസത്തിനപ്പുറം അല്ലെങ്കിൽ ഒരു വയസ്സിനപ്പുറം ഒക്കെ ആണെങ്കിൽ ഓടാനും ചാടാനും ഒക്കെ തുടങ്ങി കഴിയുമ്പോഴത്തേന് ഇയാൾ ഒരു സ്ഥലത്തിരുന്ന് കഴിക്കും എന്ന് നിങ്ങൾ പറയും. എന്നെ സംബന്ധിച്ചിടത്തോളം ഇഫ് യു ക്യാൻ ആസ്ക് മീ, 6 മാസം മുതൽ ഒരു പെർട്ടിക്കുലർ സ്ഥലത്തിരുന്ന് നിങ്ങൾക്ക് ബേബിയുടെ അടുത്ത് ഫുഡ് കൊടുക്കാൻ പറ്റുമെങ്കിൽ 1 വയസ്സായാലും 1.5 വയസ്സായാലും ബേബി ചേഞ്ച് ചെയ്യില്ല. ദാറ്റ് ഈസ് ഫോർ ഷ്യോർ ഓൺലി. അതിനകത്ത് ഒരു സംശയമില്ല. പക്ഷേ ഇഫ് യു ഗോയിങ് ടു സ്റ്റാർട്ട് നൗ, then the thing that you have to take care is, നിങ്ങൾ ഒരു സ്ഥലത്തിരിക്കുക, നിങ്ങൾ കുഞ്ഞിൻ്റെ ഫുഡ് പ്ലേറ്റും വെച്ചുകൊണ്ട് കുഞ്ഞിൻ്റെ പുറകെ ഓടാതെ യു സെറ്റ് ഇൻ വൺ പ്ലേസ്, ലെറ്റ് ദം ഗോ പ്ലേ, എന്തെങ്കിലുമൊക്കെ ചെയ്ത് ബോളൊക്കെ കളിച്ചിട്ട് ഓടി വന്നിട്ട് അഗെയിൻ ലെറ്റ് ദം കം ടു യു ഒരു വാ കൊടുക്കുക അല്ലെങ്കിൽ ഒരു സ്പൂൺ കൊടുക്കുക, ലെറ്റ് ദം അഗെയിൻ ഗോ പ്ലേ ആൻഡ് ദെൻ അഗെയിൻ കം, യു സെറ്റ് ഇൻ വൺ പ്ലേസ്. ഓക്കെ, ആൻഡ് കൈൻഡ്ലി അവോയ്ഡ് സ്ക്രീൻസ്, ബിക്കോസ് സ്ക്രീൻസ് ആൻഡ് ഫുഡ് അത് നല്ല കോമ്പിനേഷൻ അല്ല. അഗെയിൻ ഞാൻ വളരെ ഫോൺ മാത്രം നോക്കി അല്ലെങ്കിൽ TV കണ്ടുകൊണ്ട് മാത്രം ഫുഡ് കഴിക്കുന്ന ഒരാളാണ്. ആൻഡ് ഐ എം ആസ്കിങ് മൈ ചിൽഡ്രൻ നോട്ട് ടു ഡു ദാറ്റ്. ഇറ്റ് ഈസ് അഗെയിൻ നോട്ട് പ്രാക്ടിക്കലി പോസിബിൾ. ഓക്കെ, സോ അതുകൊണ്ട് ജസ്റ്റ് ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കട്ടെ. താങ്ക് യു. ജസ്റ്റ് ആസ്ക് യുവർ ക്വസ്റ്റ്യൻസ് ആൻഡ് കൺസേൺസ് ആൻഡ് കമൻറ്റ്സ്. വിൽ ഡിസ്കസ് അബൌട്ട് ദാറ്റ്. സീ യു. ബൈ ബൈ.